ഗൈസ്, ഈ ഒരു പട്ടി ക്ഷയം കഴിച്ച് തിരിഞ്ഞു പറഞ്ഞാൽ എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ വെഡ്ഡിങ് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോത്തീസിൽ പോവാണ് കേട്ടോ. സോ അതിൻ്റെ ഈ ഒരു ലുക്കിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. സോ ഗൈസ് കം ഓൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ ഒരു ടിൻഡർ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഐബ്രോസ് ഷീഗ്ലാമിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ ഒരു 3-4 വർഷം മുന്നേ മൈക്രോ ബ്ലേഡിങ് ചെയ്തതാണ്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ലൈക്ക് ഒന്നുകൂടി റീടച്ച് ചെയ്താലോ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ പറയും, നമുക്ക് അതും ആലോചിച്ചുകൊണ്ടിരിക്കാം. സോ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒരു നിക്സിൻ്റെ ഒരു ഐബ്രോ ജെല്ല് വെച്ച് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, എന്തൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി തമ്പുരാൻ അറിയാം. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് ഇത് എസൻസിൻ്റെ ഒരു ഐലൈനർ ആണ്. നിങ്ങൾ ഇങ്ങനെ വിങ് ഐലൈനർ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്, നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു. ഭയങ്കര വേർത്താണ്, ലൈക്ക് 200 സംതിങ് ഉള്ളൂ, പക്ഷേ വേർത്ത് ദ പെന്നി. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ബ്രാൻഡ് ചാംസി മിലാനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മസ്കാരാണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റാണ്. ആദ്യം ഒരു പ്രൈമറുണ്ട്, അതിനുശേഷം നെക്സ്റ്റ് രണ്ടാമതൊരു കോട്ടിങ് 1 2 3 4 ഒന്നുകൂടെ 1 2 3 4 5 ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അഗൈൻ ആ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല ലാസ്റ്റ് ചെയ്യും, താഴെ കണ്ണിൻ്റെ അവിടെ പടരെ അങ്ങനെ ഒന്നും ചെയ്യൂല. ആൻഡ് നല്ല അത്യാവശ്യം അഫോർഡബിൾ ബഡ്ജറ്റിൽ കിട്ടും. സോ ഗൈസ് ഇത് മസ്റ്റാണ്. നിങ്ങൾ മസ്കാര ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു, നല്ല സെറ്റ് സാധനമാണ് ഈ ബ്രാൻഡിൻ്റെ. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ ഷീഗ്ലാമിൻ്റെ ബ്ലഷാണ്. കാരണം സാരിയൊക്കെ ഉടുത്ത് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തുടുത്തിരിക്കണം, ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാവ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ തുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് കുറച്ച് ബ്ലഷ് ഞാൻ നന്നായിട്ട് എക്സ്ട്രാ ഓവർലോഡ് ചെയ്തിരുന്നുണ്ട്. എന്നാലും എനിക്ക് ക്യൂട്ട്നെസ് കൂടെ വെതറി ഓവർലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇത് ഇത്രയാണുള്ളത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലിപ്പിലോട്ട് പോകാം. ഉള്ള ലിപ്പിലിട്ടേക്കണ ലിപ് ബാം എല്ലാം ഞാൻ ടിഷ്യൂ പേപ്പറിൽ തുടച്ചെറിഞ്ഞതിന് ശേഷം ഒരു ലിപ്പ് ലൈനറാണ് ഫേ ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാനുണ്ട്. ഒരു ബ്രൗൺ നല്ല ബ്രാക്കെന്ന് നല്ല ഡാർക്ക് ബ്രൗൺ ലിപ്പ് ലൈനർ വിത്ത് മാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. സീരിയസ്ലി ഞാനൊരു ന്യൂഡ് പേഴ്സണേ അല്ലായിരുന്നു. എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് വലിയ താല്പര്യം, എനിക്ക് കട്ടക്കാര ചുവപ്പൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് സട്ടി ലുക്കൊക്കെയാണ് ഇഷ്ടം. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. മുടിയെല്ലാം കൂടെ അരിപ്പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് കണ്ണാഡീസ് ഫ്രം ലെൻസ് കാർട്ടിൻ്റെ മെല്ലർ കളക്ഷനിലുള്ളതാണ്. ആൻഡ് മുടി സെറ്റ് ചെയ്തു, കാതിൽ ഞാനൊരു കുണുക്ക് കമ്മലിട്ട് കൊടുത്തു ഗൈസ്. സോ അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ വാച്ച്, എൻ്റെ വെപ്പ് നഖം, പിന്നെ മറ്റേ കയ്യിലൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇനി മുടിയൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാക്കിയിട്ട് കണ്ണാടി ഊരി എടുത്തും എനിക്ക് നോക്കണമെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സോ അതിനുശേഷം നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എന്തൊക്കെ പറയണം, എന്താണെന്ന് അപ്പം എന്തൊക്കെ പറഞ്ഞു, ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. യെസ്, അതിനുശേഷം നെക്സ്റ്റ് ഈ ഒരു മോച്ചിയുടെ ഒരു ലൈക്ക് ഒരു ഷൂസാണ്. ഒരു അടിപൊളിയാണ്, പോയിൻറ്റഡ് ടോയ് ഹീൽസ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഞാൻ H&M പണ്ട് എപ്പോഴും വാങ്ങിച്ചൊരു ബാഗ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഞാൻ സാരി എടുക്കാൻ പോകണം, അവിടെ മല മറിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സാരി എടുക്കാൻ പോകുന്നതാണ്. ടച്ച ബൈ ബൈ.